മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വിശദീകരണ യോഗം നടത്തി. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കലാണ് വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ഉദ്ഘാടനം ചെയ്തു. മാഫിയ സംഘി തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 1500 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊതുയോഗങ്ങൾ നടക്കുന്നത്. കൊല്ലം ജില്ലയിൽ ജില്ലാടിസ്ഥാനത്തിലുള്ള ഈ പൊതുയോഗത്തിന്റെ ഔപചാരികമായ ജില്ലാടിസ്ഥാനത്തുള്ള മീറ്റിംഗ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ശാസ്താംകോട്ട പഞ്ചായത്തിലെ പള്ളിശ്ശേരിക്കൽ വെച്ചാണ് നടക്കുന്നത്. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ പള്ളിമുക്കിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട പടിഞ്ഞാറ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിശദീകരണ യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ നാറ്റം പിടിച്ച നാറിപ്പുഴുത്ത ഒരു ഗവൺമെന്റ്, അക്ഷരാർത്ഥത്തിൽ നാറിപ്പുഴുത്ത ഒരു ഗവൺമെന്റ് കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് വീണ്ടും പത്രക്കാർ ആവർത്തിച്ചു ചോദിച്ചു. ADGP അജിത് കുമാറിനെ കുറിച്ച് ചോദിച്ചു. ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനം അല്ലെങ്കിൽ ഡൽഹിയിൽ നടത്തിയ ഹിന്ദു എന്ന ഇംഗ്ലീഷ് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖം, ആ അഭിമുഖത്തിൽ വന്ന PR ഏജൻസികൾ അതിലെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികൾ, ഇതെല്ലാം തന്നെ തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ എല്ലാത്തിനും മറുപടി DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് മുഖ്യ പ്രഭാഷണം നടത്തി. എല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കി തന്റെ കുടുംബത്തിന് സ്വത്ത് സമ്പാദിക്കുക എന്ന ലക്ഷ്യവും അനന്തര അവകാശിയായി തന്റെ മരുമകനെ സ്ഥാപിക്കുക, അവരോധിക്കുക എന്ന മുദ്രാവാക്യവുമായി പിണറായി വിജയൻ മുന്നോട്ട് പോകും. നമ്മളല്ലല്ലോ പറയുന്നത് ആ സർക്കാരിന്റെ ചെയ്തികളെ കുറിച്ച്, MR അജിത് കുമാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളല്ല പറയുന്നത് ഭരണകക്ഷിയിൽ ഉണ്ടായിരുന്ന, ഇന്ന് മുതൽ പ്രതിപക്ഷം എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, CPM-ന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, അയാൾ CPM-ൽ ഇല്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ച, പക്ഷെ ഇന്നലകളിൽ വരെ CPM-ന്റെ സന്തത സഹചാരിയായിരുന്ന PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ആവർത്തിക്കും. കോൺഗ്രസ് ജില്ലാ മണ്ഡലം നേതാക്കൾ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.